ഹലോ ഗായ്സ്, അങ്ങനെ എനിക്ക് കിട്ടി ചിക്കൻ അതുകൊണ്ട് തയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് പുതിയൊരു വീട്ടിൽ ടെസ്റ്റ് ചെയ്തു പുറത്തേക്ക് ഇട്ടു. അപ്പം അതിനകത്ത് കാണാൻ പറ്റും ഇതൊരു കേക്ക് ജാപ്പനീസ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജെനുവിനായിട്ടുള്ള കമ്പനിയായിരുന്നു. ഫേക്ക് പ്രൊഡക്റ്റ് തിരിച്ചറിയാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലസ് വൈറ്റമിൻ സി പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്മ ഉള്ള പേഷ്യൻസിനാണ് അതുപോലെ ഇതിനെ എടുക്കാൻ പോകുന്നത്. എല്ലാവരും ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു ചെറുതായിട്ടുള്ള കമ്പനിയാണ് വാങ്ങിച്ചത്. പക്ഷെ ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖം ഡോക്ടറുടെ കാണിച്ച് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അതാണ് ഏറ്റവും കൂടുതൽ സേഫ്. പിന്നെ ഇത് നോക്കുമ്പോൾ ഇതിൽ കണ്ടോ, സ്കാൻ ചെയ്യുന്നൊരു QR കോഡ് ഉണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ജെനുവിൻ ആണോ എന്ന്. അതുകൂടാതെ തന്നെ അതിന് മാനുഫാക്ചേർഡ് ബൈ എയ്റോനോട്ടിക്സ് സ്പോർട്സ് ആൻഡ് പ്രോഡക്ട്സ് കമ്പനിയാണ്. അത് ജെനുവിൻ ആയിട്ടുള്ള കമ്പനിയാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മൾ നോക്കേണ്ടത് FSSAI എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിമ്പിൾ ഉണ്ടോ നോക്കണം. അതിൻ്റെ ഒരു നമ്പറും ഉണ്ടാവും, LIC നമ്പർ എന്നും പറഞ്ഞിട്ട് ആ നമ്പർ അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ മാനുഫാക്ചറിങ് കമ്പനി, QR കോഡ്, ഇത്രയും നോക്കണം. പിന്നെ ഈ ബോട്ടിൽ കണ്ടില്ലേ, ഈ ബോട്ടിലിൻ്റെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കൂടാതെ ഈ പ്രിൻ്റ് ചെയ്തേക്കുന്ന ഈ സംഭവം നമുക്ക് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് കൂടാതെ തന്നെ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, അതൊന്നും ഈ ബോട്ടിലോട് ചേർന്നിട്ടുള്ളതായിരിക്കത്തില്ല. എന്നുവെച്ചാൽ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഒട്ടിക്കുക, ആ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ജെനുവിൻ പ്രോഡക്റ്റ് അല്ല എന്ന്.